കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബയോളജി എടുത്തായിരുന്നു. പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന ചാപ്റ്റർ എടുത്തിരുന്നു. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ക്ലോറോഫില്ലിൻ്റെ പിഗ്മെൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ, ടീച്ചർ അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Photosynthesis takes place in chloroplast. It occurs not only in leaves but in regions wherever chloroplast is present. Pigments that absorb sunlight are found in the grana of chloroplast. Chlorophyll A, chlorophyll B, carotene and xanthophyll are the pigments present in grana. All these pigments can absorb sunlight. However, only chloroplast A can participate directly in photosynthesis. All other pigments absorb light and transfer it to chlorophyll A. Hence they are called accessory pigments. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ സ്ക്രീനിൽ തന്നെ നോക്കിക്കോളൂ. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. അതായത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇതിലൂടെ തന്നെയാണ്, ഹരിതകണത്തിലൂടെയാണ്, ഹരിത കണങ്ങളിലൂടെയാണ് അല്ലേ. ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സ്, ഇലകളിൽ മാത്രമല്ല, ബട്ട് ഇൻ റീജിയൻസ് വെയർ അവർ ക്ലോറോപ്ലാസ്റ്റ് ഈസ് പ്രസൻറ്റ്. അതായത് ഹരിതകണങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. Pigments that absorb sunlight are found in the grana of chloroplast. Chlorophyll A, chlorophyll B, carotene and xanthophyll are the pigments present in grana. അതായത് ഹരിതകണങ്ങളിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ കാണപ്പെടുന്നത്. നമ്മൾ ഇതിനു മുമ്പിൽ ഒരു സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് പഠിച്ചതല്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹരിതകണത്തിലെ ഗ്രാനയിലാണ്, അതായത് സൂര്യപ്രകാശം അബ്സോർവ് ചെയ്യാൻ കഴിവുള്ളത്. അവിടെയാണ് ഈ പിഗ്മെൻറ്റ്സ്, വർണ്ണങ്ങൾ കാണപ്പെടുന്നത്. അതിനകത്ത് ക്ലോറോഫിൽ എ, ഹരിതകം എ, ക്ലോറോഫിൽ ബി, ഹരിതകം ബി, കരോട്ടിൻ ആൻഡ് സന്തോഫിൽ എന്നീ വർണ്ണങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. However, only chloroplast A can participate directly in photosynthesis. അതായത് എന്നാൽ ഹരിതക എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിന് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ഓൾ അതേഴ്സ് പിഗ്മെൻറ്റ്സ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ക്ലോറോഫിൽ എ. ഹെൻസ് ദേ ആർ കാൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ്. അതായത് മറ്റു വർണ്ണങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്കും കൈമാറുന്നു. അതിനാൽ ഇവയെ സഹായക വർണ്ണങ്ങൾ, ആക്സസറി പിഗ്മെൻറ്റ്സ് എന്നും വിളിക്കാം. ഏതിനെ? ഹരിതകം എ. ഓക്കെ, ഇത്ര മനസ്സിലായോ? അതായത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണങ്ങളിൽ ആണ് മെയിനായിട്ട് നടക്കുന്നത്. അത് ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെയോ ഹരിതകമുണ്ടോ അവിടെയെല്ലാം ഫോട്ടോസിന്തസിസ് നടക്കുന്നുള്ളത്. ഹരിതകണത്തിലെ ഗ്രാനയിലെ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങളെയാണ് നമ്മൾ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഹരിതകം എ, ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സന്തോഫിൽ എന്നീ വർണ്ണങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ ഓരോന്നിനും ഡിഫറെൻറ്റ് കളേഴ്സാണ്, അത് ടീച്ചർ പറഞ്ഞുതരാം. എന്നാൽ ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തെ നേരിട്ട് അബ്സോർവ് ചെയ്യാൻ കഴിയൂ. ഏതിനാണ്? ഹരിതകം എക്ക്. മറ്റു വർണ്ണങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഹരിതകം എ ആണ്, ക്ലോറോഫിൽ എ ആണ്. അതിനാൽ ഇവയെ, ഈ ഹരിതകം എയെ നമുക്കൊരു പേര് വിളിക്കാം, ആക്സസറി പിഗ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് സഹായക വർണ്ണങ്ങൾ എന്ന് വിളിക്കാം. നമ്മൾ പിഗ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചില്ലേ? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സന്തോഫിൽ അല്ലേ. ഇതിന് ഡിഫറൻസ് കളേഴ്സാണ് ഉള്ളത്. അതായത് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ബ്ലൂ മിക്സ്ഡ് വിത്ത് ഗ്രീൻ ആണ്. ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത് യെല്ലോ മിക്സ്ഡ് വിത്ത് ഗ്രീൻ ആണ്. കരോട്ടിൻ എന്ന് പറയുന്നത് യെല്ലോ മിക്സ്ഡ് വിത്ത് ഓറഞ്ച് ആണ്. സന്തോഫിൽ എന്ന് പറയുന്നത് യെല്ലോ ആണ്, യെല്ലോ വിഷ് ആണ്. അതായത് യെല്ലോ വിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് സാന്തോഫിലിനകത്ത് വിളിക്കുന്ന നമ്മൾ ഫ്രൂട്ട്സ്, പഴങ്ങളൊക്കെ പഴുത്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറല്ലേ, ഏത്തപ്പഴം, മാംഗോ എന്നൊക്കെ പറയുന്ന പൈനാപ്പിൾ, ഇതിനൊക്കെ എന്ത് കളറാണ്? മഞ്ഞ കളറാണ്. അത് ഈ പിഗ്മെൻറ്റ്സ് ആണ്. ഏത്? സാന്തോഫിൽ എന്ന് പറയുന്നത്. കരോട്ടിനകത്ത് വരുന്നതാണ് ഓറഞ്ച്. ക്യാരറ്റിനൊക്കെ കളർ വരുന്നത് നമുക്ക് കരോട്ടിനാണ്. യെല്ലോ വിഷ് ഓറഞ്ച് എന്നാണ് പറയുന്നത്. യെല്ലോ മിക്സ്ഡ് ചെയ്ത ഓറഞ്ചാണ്. അതാണ് നമ്മൾ ഓറഞ്ചിന്, നമ്മുടെ ക്യാരറ്റിന് ഒക്കെ ആ കളർ വന്നിരിക്കുന്നത്.
ഓക്കെ, ഫോട്ടോസിന്തസിസിനെ കുറിച്ച് ഒരുപാട് ഇൻവെൻഷൻ നടത്തിയ സയൻറ്റിസ്റ്റുകളുണ്ട്. അതിൽ 3 പേരാണ് നമുക്ക് പഠിക്കാനുള്ള. ജോസഫ് പ്രിസ്ലിയും വാൻ ലീൻ ആൻഡ് മെൽവിൻ കാൽവിൻ. ഇവർ 3 പേരും നമ്മുടെ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് ഇൻവെൻഷൻ നടത്തിയവരാണ്. അവർ കണ്ടുപിടിച്ച 2 ലൈറ്റ്സ് ആണ്, അതായത് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഫോട്ടോ സിന്തസിസ് അത് എന്തുവന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ. അതിൽ ക്ലോറോപ്ലാസ്റ്റ്, ഗ്രാന, സ്ട്രോമ. ഗ്രാനയ്ക്കകത്ത് വരുന്നതാണ് ലൈറ്റ് ഫേസും സ്ട്രോമയ്ക്കകത്ത് വരുന്നതാണ് ഡാർക്ക് ഫേസും. നമ്മൾ ഗ്രാന പഠിച്ചിട്ടുള്ളതാണല്ലോ. ഗ്രാന എന്തുവാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഗ്രാന എന്ന് പറയുന്നത് ഡബിൾ മെമ്പറൻസ് സ്ഥരസഞ്ചികളുടെ അടുക്കെന്നാണ് ഗ്രാന അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ സ്ട്രോമയോ ഒരു ഫ്ലൂയിഡാണ് അല്ലേ. ഹരിതകണത്തിലെ ഒരു ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഗ്രാന എന്ന് പറയുന്നത് സ്ഥരസഞ്ചികളുടെ അടുക്ക് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു പറഞ്ഞില്ലേ, അതാണ് ഗ്രാന. ഫ്ലൂയിഡാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനയെ ലൈറ്റ് ഫേസ് എന്നും സ്ട്രോമയെ ഡാർക്ക് ഫേസ് എന്നുമാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. ലൈറ്റ് ഫേസിനകത്ത് വരുന്ന ലൈറ്റ് ഈസ് യൂസ്ഡ്. ഒന്നാമത്തെ പോയിന്റ്, ലൈറ്റ് ഈസ് യൂസ്ഡ്. വാട്ടർ സ്പ്ലിറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. മൂന്നാമത്തെ, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അതായത് ലൈറ്റ് ഈസ് യൂസ്ഡ്, പ്രകാശം ഉപയോഗിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോട്ടോസിന്തസിനകത്ത് അല്ലേ പഠിച്ചിട്ടുള്ളതാണല്ലോ. അതായത് സൺലൈറ്റ് നേരിട്ട് പതിക്കുന്നു അല്ലേ ഗ്രാനയിൽ. അതായത് ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് ലൈറ്റ് ഈസ് യൂസ്ഡ്, അതായത് പ്രകാശം ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ എന്തുവാണ്? വാട്ടർ സ്പ്ലിറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. അതായത് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ എന്നിട്ട് സ്ട്രോമയിൽ എത്തുന്നു. മൂന്നാമത്തെ എന്തുവാ? ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. പ്രകാശം രാസോർജ്ജമാക്കി ATP സംഭരിക്കുന്നു. ATP മീൻസ് എനർജി എന്നർത്ഥം. പ്രകാശം രാസോർജ്ജമാക്കി ഇവിടെ സംഭരിക്കുന്നു, ATPയിൽ സംഭരിക്കുന്നു. അതാണ് ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഗ്രാനയിലെ ലൈറ്റ് ഫേസിൻ്റെ 3 പോയിന്റ്സ് ആണ്. ലൈറ്റ് ഈസ് യൂസ്ഡ്, പ്രകാശം ഉപയോഗിക്കുന്നു. വാട്ടർ സ്ലിപ്റ്റ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. അതായത് ജലം വിഘടിച്ച് ഓക്സിജൻ പുറത്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. പ്രകാശം രാസോർജ്ജമാക്കിയിട്ട് ATPയിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനിയും ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയുടെ പ്രത്യേകത അറിയാമല്ലോ. അത് ഡാർക്ക് ഫേസ് ആണ്, ഇരുണ്ട ഘട്ടമാണ്. അവിടെ എന്തില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, അവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. അതായത് ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. മനസ്സിലായോ? ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി കൂട്ടിച്ചേർത്ത് അവിടെ എന്ത് നിർമ്മിക്കുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ 2 ഘട്ടമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഗ്രാന ആൻഡ് സ്ട്രോമ, ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. ഗ്രാനയ്ക്കകത്ത് വരുന്നതാണ് ലൈറ്റ് ഫേസ്, സ്ട്രോമയ്ക്കകത്ത് വരുന്നതാണ് ഡാർക്ക് ഫേസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജോസഫ് പ്രിസ്ലി പറയുന്നതാണ് ഫോട്ടോസിന്തസിസ് റിലീസ് ടു ഓക്സിജൻ. അത് എവിടെ വരുന്നതാണ്? അതായത് ജോസഫ് പ്രിസ്ലി പറയുന്നതാണ്. ജോസഫ് പ്രിസ്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പറയുന്നതാണ് ഫോട്ടോസിന്തസിസ് ഈസ് റിലീസ്ഡ് ടു ഓക്സിജൻ. വാൻ നീൽ പറയുന്നത് എന്തുവാണ്? വാട്ടർ സ്പ്ലിറ്റ് ആൻഡ് ഓക്സിജൻ. നമ്മൾ പഠിച്ചിട്ട് വാട്ടർ സ്പ്ലിറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് എവിടെ? സ്ട്രോമ. അത് വാൻ നീൽ പറയുന്നതാണ്. മെൽവിൻ കാൽവിൻ പറയുന്നതാണ് എനർജി ഈസ് ATP ഈസ് യൂസ്ഡ് കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. അത് മെൽവിൻ കാൽവിൻ പറയുന്നതാണ്. ഓക്കെ, ഈ 3 സയൻറ്റിസ്റ്റുകളുടെ എടുത്ത ഫോട്ടോസിന്തസിസ് കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. അതിൻ്റെ ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ, ഞാൻ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് പറഞ്ഞുതരാം. ഇക്വേഷൻ ഒന്ന് വായിക്കാം. 6CO2 plus 6H2O gives C6H12O6 plus 6O2. അതായത് വാട്ടറും കാർബൺ ഡയോക്സൈഡും കൂടി ചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഇതാണ് ആ കെമിക്കൽ ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
എന്താണ് പറഞ്ഞത്? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടിച്ചേർന്ന് ഇതുവഴിയാണ് നമുക്കറിയാമല്ലോ. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസും ഓക്സിജനും കിട്ടുന്നു. അടുത്ത് കെമിക്കൽ ചേഞ്ച് ഇൻ ഗ്ലൂക്കോസ്. എങ്ങനെയാണ് നമുക്ക് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ അന്നജം സ്റ്റോർ ചെയ്യപ്പെടുന്നത്? അതിന് ഒരു ലീഫ്, നിങ്ങളെ ഫിഗർ നോക്കിക്കോളൂ, ലീഫ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഫ്ലോയം ട്യൂബ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് നിങ്ങൾ നോക്കിയോ, ഫോട്ടോസിന്തസിസ്, ഗ്ലൂക്കോസ്, സ്ട്രാച്ച്, സൂക്രോസ്, മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അതായത് പ്രകാശ സംശ്ലേഷണം, ഗ്ലൂക്കോസ്, അന്നജം, സൂക്രോസ്. സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപത്തിലാണ് ആഹാരം സംഭരിക്കുന്നത്. അതായത് അന്നജം ഏത് രൂപത്തിലാണ് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്? അതായത് അന്നജം സൂക്രോസിൻ്റെ രൂപത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഫ്ലോയം ട്യൂബ് എന്ന്. അതായത് ഫ്ലോയം കുഴലിലൂടെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഏതൊക്കെ രൂപത്തിലാണ് ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നത്? ഏതൊക്കെ രീതികളാണ്? സ്ട്രാച്ച്, പ്രോട്ടീന്, ഫാറ്റ്, ഫാക്ടോസ്, സൂക്രോസ്. ഷുഗർ കെയിൻ, അതായത് സ്ട്രാച്ച്, ട്യൂബേഴ്സ്, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ. പിന്നുള്ളത് പ്രോട്ടീൻസ്, നട്ട്മറ്റ്സ്, അതായത് പയർ വർഗ്ഗങ്ങൾ. പിന്നുള്ളത് ഫാറ്റ്, അതായത് എണ്ണക്കുരുക്കൾ, ഓയിൽ സീഡ്സ്. ഫാക്ടോസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത്, പഴവർഗ്ഗങ്ങൾ. സൂക്രോസ്, ഷുഗർ കെയിൻ, കരിമ്പ്. ഇത്രയും രൂപത്തിലാണ് ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നത്. മനസ്സിലായോ? അതായത് ഗ്ലൂക്കോസിൻ്റെ ഒരു കെമിക്കൽ ചേഞ്ചാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്നതാണ് അല്ലേ? ലയിക്കുന്നതിന് അതിനെ സസ്യത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് സംഭരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗ്ലൂക്കോസ് ആലേയ രൂപത്തിലാണ് അന്നജമായി മാറിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. സസ്യങ്ങളുടെ ജീവപ്രവർത്തനങ്ങൾക്ക് ഇലയിലെ അന്നജത്തെ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ്. മനസ്സിലായോ? ബൈ.